ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര? 10-30-40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 30,000-40,000 രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളി വണ്ടി ഇറക്കിക്കൊണ്ടാൻ വരും. നമ്മുടെ തൃശ്ശൂരില് ഡീസന്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഏതാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഷോറൂം നമ്മുടെ ഡ്രീം കാർസ് ആണ്. ഈ ഒരു പാലം സ്റ്റോപ്പിന്റെ ജോൺസോണിന്റെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ സ്വന്തം ഡ്രീം കാർസിലാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് മങ്കി വ്ലോഗ്സ്. ഞാൻ നിങ്ങളുടെ SJ. നമുക്ക് ഒട്ടും വൈകാതെ കാറിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പൊ എന്നാൽ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ റീസെന്റ് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മിഡ് റേഞ്ചിലും ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും കുറച്ച് വണ്ടികളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഏതിൽ നിന്ന് തുടങ്ങാം? നമുക്ക് അമേസിൽ തന്നെ തുടങ്ങാം. അമേസിൽ തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ. 2018 മോഡൽ അമേസ്. BX ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. 80,000 കിലോമീറ്റർ ഓടിക്കണം. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. റേറ്റ് ചോദിക്കുന്നത് 680. ഓക്കെ. നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് റേറ്റ് ആണ് കേട്ടോ. ഫിനാൻസ് നമുക്ക് ഫിനാൻസ് കിട്ടും 6 ലക്ഷം 6 ലക്ഷം വരെ. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല. വേറെ തട്ടുമുട്ടൊന്നും ഇല്ല. ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. നമുക്കിപ്പോ എല്ലാം ഇടുങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല. ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ വിളിച്ചാല് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഫോട്ടോസും ഫോട്ടോസും അത്യാവശ്യം എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ. ഫൈൻ. നെക്സ്റ്റ് നമുക്കൊരു അർബൻ ക്രൂസർ. ഓക്കെ. ഇത് 2021 മോഡല്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്രീമിയം ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ഓക്കെ. പ്രീമിയം ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓക്കെ. എഞ്ചിൻ വാറന്റി കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. കമ്പനി സർവീസോടുകൂടി ടൊയോട്ട വാറന്റി അടക്കമുണ്ട്. ഓക്കെ. ഇത് റേറ്റ് ആസ്ക് ചെയ്യുന്നത് 10.25 ലക്ഷം രൂപ. 10.25. ഓക്കെ. നെഗോഷ്യബിൾ ആണ്. ലോൺ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് കയറും. പക്കയാണ്. ഓക്കെ. സിബിൽ വേണമെന്ന് മാത്രം. നെക്സ്റ്റ്. അതുപോലെ തന്നെ ഇത് 2012 മോഡല് ജർമ്മൻ ഒരു ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡൽ Audi A4. ഓക്കെ. 2012 അല്ലേ ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നത്? പക്ഷെ ഇതിന്റെ ഗ്രില്ല് വരുന്നത് ഇത് പഴയ മോഡലാണ്. അല്ല, ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡൽ. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്തത്. ഇതിന്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നത് പുതിയ 13 ഷേപ്പിൽ വരുന്നതാണ്. ഓക്കെ. 12 സ്റ്റാർട്ടിങ്ങില് വേറെ ഷേപ്പ് ആയിരിക്കും. ഇത് ലാസ്റ്റ് ആണ് ഡിസംബർ വണ്ടിയാ. ഓക്കെ. അതുകൊണ്ട് 13 ഷേപ്പിലേക്ക് കൺവേർട്ട്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കുന്നു. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഫസ്റ്റ് എഞ്ചിനാ. നല്ല ക്ലീൻ വണ്ടിയാ. ഓക്കെ. ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. പക്കയാണല്ലേ? പക്കയാണ്. സൺറൂഫ് ഇല്ലാന്ന് മാത്രമല്ല. സൺറൂഫ് ഇല്ല. A4 സൺറൂഫ് വരാത്ത മോഡൽ. ഓക്കെ. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമ്മൾ 8,35,000 രൂപയാണ്. 8.35. 8.35 ഉള്ളൂ. എടുക്കാം. അതായത് ഒരുപാട് പണിയൊന്നും തരാത്ത ഒരു വെഹിക്കിളാണ്. സ്പാർസിനും അത്യാവശ്യം റേറ്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ റേറ്റ് ഉണ്ടാവും. അതെ. ഓക്കെ. നെക്സ്റ്റ് ഒരു കിയയുടെ സോണറ്റ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. ഇത് കണ്ടതൊക്കെ നമ്മള് ഓട്ടോമാറ്റിക് വണ്ടികൾ വെഹിക്കിളാണ്. ഇത് ഫുൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇവിടെ വരെ കണ്ടത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ. പിന്നെ ബാക്കിയുള്ള മാനുവലാണ്. ഓക്കെ. അപ്പൊ ഇത് 2020 മോഡല് ഡീസൽ വേരിയന്റ് ആണ്. HTK+ ഡീസൽ സോണറ്റ് വെഹിക്കിൾ. ഇത് റേറ്റ് ചോദിക്കുന്നത് 7,90,000 രൂപ. 7,90 അല്ലേ? ഇന്റീരിയർ ഒക്കെ അപ്പോൾസറീസ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. കാണാൻ നല്ല നീറ്റ് ആണ്. നീറ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. കമ്പനി സർവീസ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് വണ്ടിയാണ്. ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണല്ലേ? ഓക്കെ. പക്ക വണ്ടിയാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിൽ നോക്കുകയാണെങ്കിൽ നെക്സോൺ 2020 മോഡൽ നെക്സോൺ ഓട്ടോമാറ്റിക്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് XMA വേരിയന്റ് ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് തുറന്നിട്ടുണ്ടോ? നൈസ്. വണ്ടി കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. ഓക്കെ. നൈസ് ആണ്. വണ്ടി കാണാൻ നല്ല നീറ്റ് ആണ്. അതെ, നീറ്റ് വെഹിക്കിളാണ്. ഓക്കെ. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 6.85 അല്ലേ? ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റീസ് ഒക്കെ ഏകദേശം 90% ചോദിക്കും. ഓക്കെ. അവിടുത്തെ നമുക്ക് കഴിഞ്ഞിട്ട് വരാം. അതെ. ഇത് എർട്ടിക ഡീസൽ വേരിയന്റ് വണ്ടിയാണ്. ഡീസൽ അല്ലേ? ഡീസൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. 2013 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് 1,60,000 കിലോമീറ്റർ ഓടിയുണ്ട്. റേറ്റ് ചോദിക്കുന്നത് 4,50,000. 4.50. ഓക്കെ. 4,50,000 റുപ്പീസ്. വേറെ തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കുഴപ്പമില്ലാത്തൊരു മറ്റേ എന്താ പറയാ 7 സീറ്ററും ആണ്. നമുക്ക് പെർഫോമൻസ് ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. അതെ. പിന്നെ അതുപോലെ 2021 മോഡല് വെന്യൂ. ഓക്കെ. പെട്രോൾ മാനുവല്.
പെട്രോൾ മാനുവൽ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഇത് ഗ്രില്ല് എക്സ്ട്രാ ചെയ്താണോ അല്ല കല്ലല്ല? കമ്പനി വരുന്നതാ, പുതിയ ഷേപ്പ് വരുന്നതാ, 20-ന് ശേഷം തന്നെ. ഒരു ബ്രോൺസ് കളർ പോലത്തെ ഒരു കളർ അല്ലേ? ഓക്കെ. ഇത് നമ്മൾ റേറ്റ് ആസ്ക് ചെയ്യണത് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. ലോണൊക്കെ ഏകദേശം ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര? 10-30-40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 30,000-40,000 നമുക്ക് നല്ല അടിപൊളി വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 21 മോഡലാണ്, വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി. കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ ഇതിപ്പോ ആക്ച്വലി ചെറിയൊരു അഡ്വാൻസ് ആയിണ്ട് വണ്ടി. ഇത് ഇന്നലെ നമ്മൾ കാണിച്ച വണ്ടിയാണ് അല്ലേ? ഇല്ല, ഇത് കാണിച്ചില്ല. ഇത് ഡീസൽ വേരിയന്റ് നമ്മൾ. ഇത് പെട്രോൾ ആണല്ലേ? ഇത് 14 പെട്രോൾ ആണ്. 14 പെട്രോൾ. നമ്മൾ നേരത്തെ കാണിച്ചത് 16 ഡീസൽ ആയിരുന്നു അല്ലേ? ഓക്കെ. ഇത് റേറ്റ് ആസ്ക് ചെയ്യുന്നത് 5 ലക്ഷം രൂപ. 5. ഓൾറെഡി അഡ്വാൻസ് ആയതിന്റെ ലോണിന് പോയേക്കാം. ഓക്കെ. ഇത് ഫിനാൻസ് ആയതാണോ അല്ല ഫുൾ ക്യാഷ്? ഫിനാൻസാ. ഫിനാൻസ് ആയതാണല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് ഇനി വേണമെങ്കിൽ ക്രിസ്റ്റ എടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയാണ് കേട്ടോ. എന്റെ ഒരു ക്രിസ്റ്റ അല്ലേ? ഓക്കെ. 2016 മോഡല്. G4 ആണ്. ഓക്കെ. Type 2 കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. Type 2 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ വെഹിക്കിൾ ആണ്. ഓക്കെ. ഇത് 1,47,000 കിലോമീറ്റർ ഓടിയേക്കണു. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,47,000 ഓടിക്കുന്നു അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് റേറ്റ് ആസ്ക് ചെയ്യുന്നത് 14,4 ലക്ഷം. 14,25. 14,25. റീരജിസ്ട്രേഷൻ ആണ് കേട്ടോ. കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. എല്ലാം വേറെ വർക്കോ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ഇല്ല. വെഹിക്കിളാണ്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ വേണമെങ്കിൽ ഇന്റീരിയർ ഒക്കെ ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ അപ്പോൾസറി ചെയ്താണല്ലേ? ഒരു കോഫി ബ്രൗൺ പോലത്തെ കളറിൽ ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ സീറ്റ്സ് പോലെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ സെന്ററിലുള്ള 2 സീറ്റ്സ്. ടയറും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വണ്ടി. 14,4 ലക്ഷം രൂപ. അതല്ലേ? അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് 2023 രജിസ്ട്രേഷൻ ട്രൈബർ. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വെറും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 16,000. 16 ഓടിയിട്ടുള്ളൂ? 16 അല്ല, 13,000. 13. കമ്പനി സർവീസ്, കമ്പനി വാറന്റി അടക്കുന്നുണ്ട്. ഓക്കെ. ഏറ്റവും അതായത് നമ്മുടെ ഷോറൂമിലാണ് ഇന്നലെയും നമ്മൾ ഇതേപോലെ ഒരു 16,000 ഒരു കിലോമീറ്റർ ഓടി വണ്ടി കാണിച്ചത്. ടൈഗർ. അതെ അതെ. ഇത് ട്രൈബർ. ഓക്കെ. നൈസ്. കമ്പനി വാറന്റി അടക്കമുള്ളതാണ്. ഓട്ടോമാറ്റിക് ആണ്. കമ്പനി തന്നെ വരുന്നതാണ്. അതെ അതെ അതെ. ഫ്രണ്ടിലും ബാക്കിലും സെൻസർ അടക്കം വരും. ഡാഷ്ബോർഡിൽ ക്യാമറ, പാർക്കിംഗ് സെൻസർ, മറ്റേ ഓട്ടോ പാർക്കിന്റെ സെൻസർ വരും. ഓക്കെ. നൈസ്. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 7,4 ലക്ഷം രൂപ. 7,4 ലക്ഷം. ഓക്കെ. 7 സീറ്റർ വണ്ടിയാണ്. വേറെ തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നൈസ് നൈസ് നൈസ്. ആൻഡ് ഇത് നമ്മൾ അതുപോലെ തന്നെ 2010 മോഡല് ഡിസൈർ അല്ലേ? ഓക്കെ. 89,000 കിലോമീറ്റർ അല്ല 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓ, നല്ല, അതായത് ഗ്ലേസിംഗ്, നല്ല ഗ്ലേസിംഗ് ഉണ്ട്. റീപെയിന്റഡ് അല്ലല്ലോ? അല്ല. കമ്പനിയിൽ പോളിഷ് ചെയ്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണല്ലേ? എല്ലാം, അതായത് ഹെഡ്ലൈറ്റ്സിന്റെ ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ. നല്ല നീറ്റ് വണ്ടി. ഇത് 2,35,000 രൂപ ചോദിക്കും. എത്ര? 2,35,000. 2,35 ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഡീസൽ വണ്ടി 2,35. മൈലേജും കാര്യങ്ങളും ഉണ്ടോ? വേറെ തട്ടുമുട്ടില്ല. ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. നൈസ് നൈസ് നൈസ്. ആൻഡ് അവിടെ ഒരു ഫിഗോ ഓൾട്ടോ എടുക്കുന്നുണ്ട്. ഇതൊരു TDCi ഡീസൽ എഞ്ചിൻ ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാ. ഓക്കെ. 2010 മോഡലാ. ഇപ്പൊ ടെസ്റ്റിന് വേണ്ടി എഞ്ചിൻ വർക്ക്, പെയിന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കുട്ടപ്പനാക്കിട്ടാണ്. എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടി നീറ്റ് ആണ്. എയർ ബാഗ്സ് വരുന്നില്ല. ആക്ച്വലി ഇതില് ഏതോ ഒരു വേരിയന്റ് മാത്രമല്ല എയർ ബാഗ്. ടൈറ്റാനിയത്തിലാണ്. ഓക്കെ. എയർ ബാഗ്സ് വരുന്നത്. ഇതൊരു ലിമിറ്റഡ് ഓപ്ഷൻ പോലെ. ഡാഷ്ബോർഡ് വേറെ കളർ വരുന്നത്. അതെ. ഓക്കെ. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. ഡാഷിന്റെ കളർ ഒരു കോഫി ബ്രൗൺ കളർ പോലത്തെ ഒരു ഇതാണ്. നീറ്റ് ആണ്. എഞ്ചിൻ പണി ഫുള്ള് തീർന്ന വണ്ടിയാണ്. പെയിന്റിംഗ് വർക്ക് കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അല്ലേ? എല്ലാം ചെയ്ത് നീറ്റ് ആക്കിയിട്ടാണ്. ഓക്കെ, പക്കാ വണ്ടി. ഇത് റേറ്റ് ചോദിക്കുന്നത് 1,65,000 രൂപയാണ്. 1,65. ഓക്കെ. വണ്ടി ഫുൾ പണിയെടുത്ത വണ്ടി 1,65. ഓക്കെ. അതുപോലെ ഒരു കുഞ്ഞു വണ്ടിയാണെങ്കിൽ ഓൾട്ടോ എടുക്കുന്നുണ്ട്. 1,40,000 റേറ്റ് ആസ്ക് ചെയ്യണേ. അത് നീറ്റ് വണ്ടിയാ. ഓക്കെ. ഇത് റീപെയിന്റഡ് ആണോ? അല്ലല്ല, ഇത് റീപെയിന്റ് അല്ല. ഓക്കെ. ടച്ചിങ്ങുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. നീറ്റാണ് വണ്ടി, കാണാൻ നല്ല നീറ്റാണ്. ഓൾട്ടോ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഓക്കെ. 2011 മോഡൽ. 11 മോഡൽ അല്ലേ? ഓക്കെ. പവർ സ്റ്റിയറിംഗ് വരുന്ന വേരിയന്റ്.
ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇത് 1.40 അവർ കസ്റ്റമർ ചോദിക്കണേ. ആഹാ, പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണല്ലേ? ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. നെക്സ്റ്റ് ഒരു നാനോ കിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, 2015 ടിസ്റ്റ് വേരിയന്റ്, 5 ഡോർ ആണല്ലേ? ബാക്കില് ഡിക്കി ഓപ്പൺ ആണ്? ഓപ്പൺ അല്ല, ടിസ്റ്റ് 16 തൊട്ടാണ് ഡിക്ക് ഓപ്പൺ ആവുള്ളൂ. ടിസ്റ്റ് തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്ന ടൈപ്പ്. ഓക്കെ, ഇത് 1,35,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. ഓക്കെ, വണ്ടി നീറ്റ് വണ്ടി, വേറെ വണ്ടി നീറ്റ് ആണല്ലേ? വലിയ കുഴപ്പം തട്ടമുട്ടൊന്നുമില്ല. ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇത് പവർ വിൻഡോസ് ഫ്രണ്ട് സെന്ററിലാണല്ലോ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. XT ആണ്. നാനോ XT എന്നുള്ള വേരിയന്റ് ആണല്ലേ? ടിസ്റ്റില് XT. ഓക്കെ, നൈസ് നൈസ് നൈസ്. കാർസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.